പൊരിച്ച കോഴി ബിരിയാണി ഉണ്ടാക്കാം. അതിനായി 1.5 കിലോ കോഴി ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 5-6 വെള്ളത്തിലൊക്കെ കഴുകി എൻ്റെ ബ്ലഡെല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്, 2 ടീസ്പൂൺ തൈര്, എല്ലാം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. മസാലയൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. അതിനുശേഷം എടുത്ത് ഫ്രൈ ചെയ്യണം. പിന്നെ ഇതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ: 2 സവാള ഉള്ളി നല്ലതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വറുത്തെടുക്കണം. പിന്നെ റൈസിൻ, കാഷ്യൂ ഇതും വറുത്തെടുക്കാനുള്ളതാണ്. 2 തക്കാളി അരിഞ്ഞത്, ഒരു 3 മീഡിയം സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് പുതിന ഇല അരിഞ്ഞത്, കറിവേപ്പില അരിഞ്ഞത്, മല്ലിയില അരിഞ്ഞത് ലാസ്റ്റ് ചേർക്കാനായി, വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് തൈര്, വെളിച്ചെണ്ണ, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, ബിരിയാണി മസാലപ്പൊടി, പിന്നെ മസാലപ്പൊടികൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ലേശം മല്ലിപ്പൊടി. കടായി അടുപ്പ് വെച്ച് സ്റ്റവ് കത്തിക്കാം. കടായി ചൂടാകുമ്പോൾ നമുക്ക് ഈ റൈസൻ, കാഷ്യൂ, ഉള്ളിയെല്ലാം ഒന്ന് വറുത്ത് പോരാം. അതിനായി അതിൽ 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. മെൽറ്റാവട്ടെ. ഇതാകുമ്പോൾ നമുക്ക് കാഷ്യൂ ഇതിൽ മൂപ്പിക്കാം. മൂപ്പിച്ചെടുക്കാം. കാഷ്യൂ എല്ലാം മൂത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം. കാഷ്യൂ നമുക്ക് കോരി മാറ്റാം. നമുക്കതിലേക്ക് റൈസനും കൂടെ ചേർക്കാം. അതൊന്ന് മൂപ്പിക്കാം. റൈസനും നമുക്ക് കോരി മാറ്റാം. നമുക്ക് ഉള്ളിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായി വാടിയിട്ടുണ്ട്. ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഉള്ളിയൊക്കെ വറുത്ത് കോരിയിട്ടുണ്ട്. ഓയിലിൻ്റെ ബാക്കി ഓയിൽ ഇതാ. കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ച് നമുക്ക് ഈ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. ഓരോ കഷ്ണങ്ങളായിട്ടിട്ട് പൊരിച്ചെടുക്കാം. 2-3 ബാച്ചായിട്ട് പൊരിച്ചെടുക്കാം.
ചിക്കൻ്റെ ഒരു സൈഡൊക്കെ മൊരിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് തിരിച്ചിടാം. ചിക്കനൊക്കെ പൊരിച്ചിട്ടുണ്ട്, നമുക്ക് കോരി മാറ്റാം. ബാച്ച് നമ്മൾ കോരി മാറ്റി അടുത്തതും കൂടെ ചേർക്കാം. അടുത്ത ബാച്ച് നമുക്ക് പൊരിച്ച് മാറ്റാം. ഇത് നമുക്ക് തിരിച്ചിടാം. ഒരു സൈഡ് മൂത്തിട്ടുണ്ട്. ചിക്കനെല്ലാം നല്ലപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് കോരി മാറ്റാം. ഇട്ടിട്ടുണ്ട്, അതിൽ കുറച്ച് ഓയിൽ ബാക്കിയുണ്ട്. ഇനി നമുക്കൊരു കടായി അടുപ്പിൽ വെച്ച് ഒരു പാത്രം അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കാം. പാത്രം ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ചിക്കൻ പൊരിച്ച ബാക്കി ഓയിൽ ഇതിലോട്ട് വയ്ക്കാം. അതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം എല്ലാം ചേർക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർക്കാം. അത് ചിലപ്പോൾ വെച്ച് ഉള്ളി അരിഞ്ഞത് നമുക്കതിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. എല്ലാം നന്നായി ഒന്ന് വഴറ്റാം. തക്കാളി ചേർക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, മുക്കാൽ ടീസ്പൂൺ ചിക്കൻ മസാല, അര ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, പൊരിച്ച ചിക്കൻ അത് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കതിലേക്ക് ഒരു പിടി പുതിന ഇല, ഒരു തണ്ട് കറിവേപ്പില, കുറച്ച് മല്ലിയില, ബാക്കി തൈര്, എല്ലാം കൂടെ നമുക്ക് ഇളക്കാം.
ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് വേവിക്കാം. അതുകൊണ്ട് നമുക്ക് റൈസ് ഉണ്ടാക്കുന്നതിനായി ജീരകശാല അരി 3 ഗ്ലാസ് അരി എടുക്കാം. ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കുതിരാനായി വെള്ളം ഒഴിച്ച് വയ്ക്കാം. ഇത് ഒരുപാട് സമയമൊന്നും കുതിരേണ്ട, ഒരു 10 മിനിറ്റ്. ചിക്കനിലേക്ക് കുറച്ച് ഫ്രൈഡ് ഓണിയനും കൂടെ ചേർക്കണമായിരുന്നു. അത് ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളാകെ അതിൽ 2 ഒണിയനെ ആദ്യം ചേർത്തിട്ടുള്ളൂ. വീണ്ടും അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ വെന്ത് കുറി വറ്റിയിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് തണുക്കുന്നതിനായി മാറ്റി വയ്ക്കാം. റൈസ് ഉണ്ടാക്കുന്നതിനായി ഒരു പാത്രം അടുപ്പ് വെച്ച് ചൂടാക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ചൂടാകുമ്പോൾ പട്ട, ഏലക്ക, ഗ്രാമ്പൂ, തക്കോലം എല്ലാം ചേർത്ത് ഒന്ന് മൂപ്പിക്കാം. ഒന്ന് മൂക്കട്ടെ. നമുക്ക് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ചോറ് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം. ബാക്കി 3 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കുക. ഒന്ന് ഇളക്കിയ ശേഷം ഒരു നാരങ്ങയുടെ നീരൊഴിക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കാം. ഉപ്പ് കുറവാണ്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. വീണ്ടും ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. റൈസ് എല്ലാം വെന്ത് ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ദമ്മിനിടാം. നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ചോറ് മാറ്റി വയ്ക്കാം. ആദ്യം കുറച്ച് ചോറ് സൈഡിലോട്ട് മാറ്റി കുറച്ച് നെയ്യ് ചേർക്കാം. അടുക്കി പിടിക്കാതിരിക്കുകയാണ് നെയ്യ്. വീണ്ടും 1 സ്പൂൺ നെയ്യ് ചേർക്കാം.
കുറച്ച് മല്ലിയിലയും ഒണിയൻ ഫ്രൈ ചെയ്ത ഒണിയനും കുറച്ച് റൈസൻ കാഷ്യൂ എല്ലാം കൂടി ചേർത്ത ശേഷം നമുക്ക് ചിക്കൻ ചേർക്കാം. ചിക്കനെല്ലാം നമ്മൾ മുകളിൽ നിരത്തിയിട്ടുണ്ട്. ഇനി ചോറ് ചേർക്കാം. ഇതിൻ്റെ മുകളിലോട്ട് പുതിനയില, മല്ലിയില, കാഷ്യൂ, റൈസിൻ എല്ലാം ചേർത്ത് കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയതും കൂടെ ചേർത്ത് ഇതിൻ്റെ മുകളിൽ ഒഴിക്കണം, ഒരു കളറിനായിട്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ചേർക്കാം നമുക്ക്. നമുക്ക് അതിനെ അടച്ച് ദമ്മിനിടാം. 20 മിനിറ്റ് വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ ദമ്മിനിടാം. അടപ്പൊന്ന് തുറക്കാം. പൊരിച്ച കോഴി ബിരിയാണി റെഡി. നമുക്കൊരു സാറിന് വെള്ളമിട്ട് മാറ്റാം. കോഴി ബിരിയാണി റെഡി.